ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നോട്ടുള്ള വാതിൽ അടഞ്ഞു പോയാൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകാറുണ്ട്. ഒരു വാതിൽ അടയുമ്പോൾ 100 വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരും. ആ വാതിലുകൾ കാണാനുള്ള മാനസികാവസ്ഥയിൽ എത്തുകയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അനുഭവങ്ങൾ, ഗുണങ്ങൾ. യൗവനത്തിലെ ചാബല്യങ്ങൾ അവനെ വല്ലാതെ പിടികൂടി. ആ കുരുത്തക്കേട് കാരണം അവൻ്റെ മാതാവ് അവനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതം ഇവിടെ നശിപ്പിക്കാനുള്ളതല്ല, നീ എവിടെങ്കിലും പോയി രക്ഷപ്പെടുക. ഈ കൂട്ടുകാരോടൊത്ത് ജീവിതം നശിപ്പിച്ചാൽ നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അവൻ്റെ വാക്കുകൾ, ആ മാതാവിൻ്റെ വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു ചിന്തിച്ചു. ഒരു നല്ല ജീവിതം അവൻ ആഗ്രഹിച്ചു. ആ മാതാവ് അവന് വേണ്ടി ഒരു കത്തെഴുതി. വർഷങ്ങൾക്ക് മുമ്പ് ആ ഡൽഹിയിലുള്ള, അന്ന് ഫോൺ സൗകര്യങ്ങളോ മറ്റുമില്ല, ആ കത്ത് ഡൽഹിയിലുള്ള സജി എന്ന ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ചെറിയ വാക്കുകൾ എഴുതി, എൻ്റെ മകൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നു, നീ അവന് വേണ്ടുന്ന ഒരു ജോലി മേടിച്ചു കൊടുത്ത് ജീവിതത്തിലേക്ക് അവനൊരു നല്ലൊരു മാർഗം കാണിച്ചു കൊടുക്കുക. ആ കത്ത് കിട്ടിയോ ഇല്ലയോ എന്നറിയത്തില്ല. ഈ ചെറുപ്പക്കാരൻ അമ്മ കൊടുത്ത 1000 രൂപയുമായിട്ട് അമ്മയോട് യാത്ര പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തു. മുമ്പ് യാത്ര ചെയ്ത് പരിചയമോ ട്രെയിൻ യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആ ചെറുപ്പക്കാരൻ ആ ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുത്ത് ഡൽഹിയിലേക്ക്. ഭാഷ പരിചയമില്ല, യാത്രക്കാരെ പരിചയമില്ല. അവൻ്റെ യാത്ര മുന്നോട്ട് പോയി. ഏകദേശം 50 മണിക്കൂർ 52 മണിക്കൂർ യാത്ര ഡൽഹിയിലെത്തി. ആ കത്ത് അവിടെ കിട്ടിയിട്ടുണ്ടോ, ആ ചെറുപ്പക്കാരനെ കാത്ത് അയാൾ അവിടെ വരുമല്ലോ ഒന്നും അറിയത്തില്ല. എന്നാൽ അവൻ ധൈര്യപൂർവ്വം ആ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി ഏതാനും മണിക്കൂർ ശേഷം അദ്ദേഹത്തെ കാത്ത് ആ ചെറുപ്പക്കാരനെത്തി. സന്തോഷം. അങ്ങനെ അവൻ്റെ ജീവിതം അവിടെ തുടങ്ങി മുന്നോട്ടുള്ള യാത്രയിൽ അവിടെ ഏകദേശം ഒരു 4 വർഷത്തോളം അവൻ ജീവിച്ചു. ചെറിയ ചെറിയ ജോലികളെ ചെയ്തു. അവിടുന്ന് അവൻ സൗദി അറേബ്യയിലേക്ക് ഒരു ജോലി കിട്ടി മുന്നോട്ട് പോയി. ഏകദേശം 10 വർഷം അവനവിടെ ജോലി ചെയ്തു. ആ ജോലിയിൽ അവൻ അത്ര സുഖകരമായി തോന്നിയില്ല. വീട്ടിലേക്ക് യാത്ര ചെയ്തു ഏകദേശം 2 മാസം ആയപ്പം അവൻ അവിടെ നിന്ന് 2005 ഡിസംബർ മാസം 25 ക്രിസ്മസ് ദിനത്തിൽ അവൻ ഷാർജയിൽ എയർപോർട്ടിലിറങ്ങി പലയിടത്തും ജോലി അന്വേഷിച്ചു. അവൻ്റെ ജോലി തരപ്പെടുത്തിയപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മുതലാളിയുടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. അതുകൊണ്ട് സാറ് കൃത്യമായ ശമ്പളം തരണം. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം പട്ടിണിയാവാൻ പാടില്ല. ആ കേട്ട മുതലാളി പറഞ്ഞു, 1-ാം തീയതി എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നിനക്ക് ശമ്പളം കിട്ടിയിരിക്കും. അവൻ വളരെ സന്തോഷമായി. അവൻ ജോലിക്ക് പ്രവേശിച്ചു. അവൻ്റെ വിസ അടിച്ചു. കാര്യം നടന്നു. ജോലിക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് 6 മാസമായി കമ്പനി ശമ്പളം കൊടുത്തിട്ട്. എന്താണ് ഒരു അന്ധകാരം! എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വല്ലാതെ പതറി. വല്ലപ്പോഴും കിട്ടുന്ന ശമ്പളം ഏകദേശം 7-8 മാസം ജോലി ചെയ്തപ്പം വീട്ടിലെ പട്ടിണിയും അവൻ്റെ ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം അവനൊന്ന് മാറി ചിന്തിക്കാൻ ശ്രമിച്ചു. അവൻ്റെ ജീവിത പാഠങ്ങളിൽ നിന്ന് അവൻ ഉൾക്കൊണ്ടവൻ വിചാരിച്ചു, എനിക്കെന്തുകൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല. ചിന്തിച്ചപ്പം ശരിയാണ്, നടക്കാം. അവൻ്റെ കൂടെ ജോലി ചെയ്ത കൂട്ടുകാരനെ കൂടെ ചേർത്ത്
കൂടെ ചേർത്ത് അവൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോയിട്ട് വിസിറ്റ് വിസയിൽ തിരിച്ച് വീണ്ടും ഷാർജയിലേക്ക് എത്തി ഒരു റെൻ്റേ കാർ എടുത്ത് കുറച്ച് അത്യാവശ്യം ടൂൾസുകൾ മേടിച്ചിട്ട് അവൻ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാൻ പറ്റി. കസ്റ്റമറില്ല, ബിസിനസ്സിനെ കുറിച്ച് യാതൊരു പാഠവുമില്ല, ജോലി ചെയ്ത അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ജോലിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അവിടുന്ന് ജോലി ചെയ്തു, പല വാതിലുകൾ മുട്ടി, പലരും ജോലി കൊടുത്തു, ചില വ്യക്തികൾ അവനെ ആട്ടി ഓടിച്ചു. അങ്ങനെ അവൻ ചെറിയ രീതിയിൽ വളർന്നു ബിസിനസ് മേഖലയിലേക്ക് വന്നു. ഒരു വാഹനം മേടിച്ചു. അവൻ്റെ ജോലി വീണ്ടും വളർന്നു. അവനൊരു സ്റ്റാഫിനെ കൊണ്ടുവന്നു. അങ്ങനെ അവൻ ചെറിയ രീതിയിൽ വളർന്നു. കുറേ വർഷങ്ങളായിട്ട് അവൻ വളർന്നു. അവൻ്റെ ജോലിക്കാരുടെ എണ്ണം കൂടി, ബിസിനസ് വളർന്നു. ഇന്നവൻ ഏകദേശം 35-40 സ്റ്റാഫുള്ള ഒരു കമ്പനിയുടെ മേധാവിയായി. അതിനനുസരിച്ചുള്ള വാഹനം, ഓഫീസ് സൗകര്യങ്ങൾ എല്ലാമുള്ളൊരു വ്യക്തിയായി ഇന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല വാതിലുകളും അടയുമ്പോൾ പല വാതിലുകളും നമുക്ക് വേണ്ടി തുറക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അവനൊരു ജീവിതത്തിലെ ഒരു മാസ്മരികമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഞാനത് പരിചയപ്പെടുത്താം. ആ ചെറുപ്പക്കാരാണ് ഈ നിൽക്കുന്ന ഞാൻ. ജീവിതത്തിൽ നമ്മൾ അനുഭവങ്ങൾ കൂടി വാതിലടയുമ്പോൾ പുതിയ വാതിലുകൾ കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ചിലപ്പോൾ പാളിച്ചകളായിരിക്കും. അത് ഗുണമാക്കി തീർക്കേണ്ട അവരുടെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം നിലനിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഞാനും എൻ്റെ ബിസിനസ് ലോകത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഓവർ ടു ടീം മോഡി.